പോകാതിരുന്നിട്ട് എന്താ കാര്യം? നാളെ മുതൽ പോകാൻ നോക്ക്. തമ്പി എവിടെ പോയതാ? പുറത്തേക്ക് പോയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, തമ്പി വന്നല്ലോ. സാറെന്താ ഇവിടെ? തൊണ്ടി സാധനങ്ങൾ വല്ലതും കണ്ടെടുക്കാൻ വന്നതായിരിക്കും. അതല്ല, അമ്മ മരിച്ചതിന്റെ അനുശോചനം രേഖപ്പെടുത്താൻ വന്നതാണെങ്കിൽ പകൽ വരുന്നതായിരുന്നു കുറച്ചുകൂടെ മാന്യത. ആ, അമ്മ മരിച്ചപ്പോൾ കുറച്ചുകൂടെ സൗകര്യമായല്ലോ. തമ്പി, സാറേ, കല്യാണപ്രായമായ 2 പെൺപിള്ളേരുള്ള വീടാണത്. സാർ ഈ പകലും രാത്രി ഇവിടെ കയറി ഇറങ്ങുന്നതിന്റെ മാനക്കേട് എനിക്കാ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം. ഇൻസ്പെക്ടർ സാർ താമസിക്കുന്ന സ്ഥലത്ത് പെണ്ണുങ്ങളെ വിളിച്ചു കയറ്റുന്ന നാറികഥകൾ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ചേട്ടാ, മിണ്ടിപ്പോകരുത്. തമ്പി, നീ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയേണ്ടത് നാവുകൊണ്ടല്ല, കൈകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോഴത് ചെയ്യാത്തത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിന്റെ നിഴൽ പോലും എന്റെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ആ ഇൻസ്പെക്ടർക്കും നിനക്കും തമ്മിൽ എന്താണ് ഈ ബന്ധം? ചേട്ടാ, നാട്ടുകാരുടെ മുഖത്ത് നോക്കി നടക്കാൻ പറ്റാതായിട്ടുണ്ട്. ചേട്ടാ, നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതേ ദുഃഖമില്ല. പക്ഷെ എന്റെ ചേട്ടൻ കൂടി. നാട്ടുകാർ പറയുന്നതല്ലടി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ കൂടെ കൂടെ അവിടെ പോകാറില്ലേ അയാളുമായി? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ചേട്ടൻ ഇത് പറയണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അതിന് തക്ക പ്രതിഫലം ചേട്ടൻ തന്നെ എനിക്ക് തന്നു. കഷ്ടപ്പാടുള്ളവരെല്ലാം പിഴച്ചല്ലടി കുടുംബം പുലർത്തുന്നത്. ചേട്ടൻ എന്നെ വിശ്വസിക്കൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞ് കണ്ടിടത്തെല്ലാം കയറി ഇറങ്ങുന്ന നിന്റെ തൊഴിൽ എന്താണെന്ന് എനിക്കറിയാം. നീ പിഴയാണടി, പിഴ. ചേച്ചി, അളിയോ, അളിയൻ പേടിക്കാരി. ഒരു ഇൻസ്പെക്ടർ വന്നു എന്ന് കരുതി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്റെ പെങ്ങൾ അവൾ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയിരിക്കുക. അതിനെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റ ഒരുത്തനാ. അവൻ നമ്മുടെ മുതലാളിയെ അവമാനിച്ചു. മുതലാളി ആരാണെന്ന് അവന്റെ വിചാരം? ഈ കടുവാത്തൊമ്മനാണ് ശരിക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഇന്ന് തന്നെ നമുക്ക് അവന്റെ കഥ കഴിക്കണം. ഒരു കുഞ്ഞു പോലും അറിയരുത്. അതിനെന്താ ഒരു വഴി? മേരിക്കുട്ടി, എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? എന്റെ ഭർത്താവും ആ തമ്പിയും കൂടെ സാറിനെ കൊല്ലാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. മേരിക്കുട്ടി ഇതെങ്ങനെ അറിഞ്ഞു? അവര് വീട്ടിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അത്രേ ഉള്ളൂ. മേരിക്കുട്ടി പോയിക്കോളൂ. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, സാറിനൊന്നും വരരുതെന്നാണ് എന്റെ പ്രാർത്ഥന. എന്നെ ആരും ഒന്നും ചെയ്യില്ല. മേരിക്കുട്ടി പോയിക്കോളൂ.
ആര് പറഞ്ഞിട്ടാണ് എന്നെ കൊല്ലാൻ വന്നത്? എന്താണ് നിന്റെയൊക്കെ നാവറങ്ങിപ്പോയോ? ഓടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ ഞാൻ പറയാം സാർ. വരണം വരണം. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നില്ലോ. ഇങ്ങോട്ട് വരണമെന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചാണ്. ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. വളരെ സന്തോഷം. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണമെന്നില്ല. മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ കുറിക്കുകൊള്ളുന്ന തമാശ പറയാൻ മിടുക്കനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തമാശ പറയാൻ മാത്രമല്ല, പ്രവർത്തിക്കാനും എനിക്കറിയാം. മിസ്റ്റർ രാജൻ, എന്താണിത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? കാരണമൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. എന്റെ പേരുള്ള കുറ്റം എന്താണെന്ന് അറിയാൻ ഞാൻ വരില്ല. വാശി പിടിക്കരുത് മിസ്റ്റർ മേനോൻ. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ടോ? വാറണ്ട് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാനുള്ള നിയമം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. അക്ഷരജ്ഞാനം കൂടെ വേണ്ടേ? നടക്കണം മിസ്റ്റർ. മോനെ രാജ, അദ്ദേഹത്തിനെ കൊണ്ടുപോകരുത്. ഒരെറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ് അദ്ദേഹം. എനിക്കറിയാം. എന്നെ കൊല്ലാൻ പറഞ്ഞ സാരാ? സത്യം പറയുന്നതാണ് നല്ലത്. എന്നെ കൊല്ലാൻ പറഞ്ഞ സാരാണ്? ഞാൻ എല്ലാം പറയാം സാർ. എത്ര രൂപ വേണമെങ്കിലും തരാം. ആ ഇൻസ്പെക്ടറിന് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എന്താ എല്ലാം ഈ തൊമ്മിനേറ്റ് മുതലാളി. തമ്പി കേട്ടല്ലോ? കേട്ടു മുതലാളി. എന്നാ ഞങ്ങൾ പറ്റേ ചെല്ല്.